ബെസ്റ്റ് സൂപ്പർമാർക്കറ്റ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർ മാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു. അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് ഹൈപ്പർ മാർട്ട്, എടവണ്ണപ്പാറ. ഊർങ്ങാട്ടിരി പാക്കുളം റോഡ് സൈഡിൽ കക്കൂസ് മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. അർദ്ധരാത്രിയുടെ മറവിൽ ജലാശയങ്ങൾക്ക് നടുവിലായാണ് മാലിന്യം തള്ളിയത്. നാട്ടുകാർ അരീക്കോട് പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് ഒരു ടാങ്കർ ലോറി നിറയെ കക്കൂസ് മാലിന്യം റോഡരികിലെ തോട്ടിനടുത്ത് തള്ളി സാമൂഹ്യദ്രോഹികൾ കടന്നു കളഞ്ഞത്. മാലിന്യം തള്ളിയതിന് സമീപത്തായി വലിയ കുളവും തോടും പാടവുമെല്ലാം ഉണ്ട്. രാവിലെ കാൽനടയായി നടന്നു പോകുന്ന ആളുകൾ കനത്ത ദുർഗന്ധം ശ്രദ്ധയിൽപ്പെട്ടതോടെ നടത്തിയ തിരച്ചിലിലാണ് മാലിന്യം തള്ളിയത് അറിയുന്നത്. തുടർന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും അരീക്കോട് പോലീസിൽ പരാതി നൽകി. കർശന നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. നമസ്കാരം. നല്ലൊരു റോഡ് ഹൈവേ, നമ്മളെ കല്ലരട്ടിക്കൽ സ്കൂള്, മൂർക്കാണ്ട് ഹൈസ്കൂള്, തെച്ചാമ്പറമ്പ്, പൂവത്തിക്കൽ എടവണ്ണ റൂട്ടിലൂടെ പോകുന്ന മെയിൻ റോഡിൻ്റെ അരികെ 4ാമത്തെ പ്രാവശ്യമാണിത് വേസ്റ്റ് തള്ളി ഒഴിവാക്കുന്നത്. ഇത് സെപ്റ്റിക് ടാങ്കോ ഹോട്ടലിലെ വേസ്റ്റോ എന്തോന്നറിയില്ല. എന്തായാലും അതിക്രൂരമായ ഒരു പ്രവർത്തനമാണ് ഓൾ ചെയ്തത്. ഈ നാട്ടുകാരുടെ ഒന്നടങ്കം ചെയ്ത ചതിയാണിത്. ഇത് വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന കുളം, അതുപോലെ തോട്, ആളുകൾ ഒരുപാട് പേര് കുട്ടികളടക്കമുള്ള ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു റോഡും കൂടിയാണ്. അവിടെയാണ് ഈ കക്കൂസ് മാലിന്യം കൊണ്ടിട്ട് തള്ളിയിട്ടുള്ളത്. ആളുകൾക്ക് ശരിക്കും മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ട് ഇതിപ്പോൾ എത്രയും പെട്ടെന്ന് ആളുകളെ, കുറ്റവാളികളെ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കാൻ വേണ്ടിയുള്ള നടപടികൾ പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ്. മാലിന്യം തള്ളിയെന്ന് കരുതുന്ന ടാങ്കർ ലോറി CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലീസ് ശക്തമായ അന്വേഷണം നടത്തി ഇവരെ കണ്ടെത്തേണ്ടതുണ്ട്. സമീപ പ്രദേശത്തെ വീട്ടുകാർക്കും നാട്ടുകാർക്കും വലിയ ദ്രോഹമാണ് സാമൂഹ്യദ്രോഹികൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. മഞ്ഞപ്പിത്തം, മറ്റ് പകർച്ചവ്യാധികൾ പടരുന്ന സമയത്ത് ഇത്തരം ദ്രോഹപ്രവർത്തികൾ ചെയ്തവർക്കെതിരെ കർശന നടപടി വേണമെന്നും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.